ഇത്തവണ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി UDF കൂട്ടുകെട്ട്, SDPA LDF കൂട്ടുകെട്ട്. സത്യത്തിൽ ഇങ്ങനെ ഇത്തവണ ഉയർന്നു വന്ന പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വിഷയവും ഇതായിരുന്നു. എന്താണ് അങ്ങേക്ക് ഈ വിഷയത്തിൽ വിവിധ ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളെ കുറിച്ച് തോന്നിയിട്ടുള്ള ഒരു കാര്യം? സംസ്ഥാനത്തൊരു LDF SDPA ബന്ധമുണ്ടായിരുന്നു എന്ന് അങ്ങ് കരുതുന്നുണ്ടോ? അതോടൊപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമി UDF ആരോപണത്തെ കുറിച്ച് എന്താണ് തോന്നിയിട്ടുള്ളത്? അങ്ങനെ ഒരു സഖ്യം ജമാഅത്തെ ഇസ്ലാമിയായിട്ടോ വേറെ ഏതെങ്കിലും ഒരു പ്രത്യേക കക്ഷികളായിട്ടോ UDF ഉണ്ടാക്കിയിട്ടില്ല. അത് ദുഷ്പ്രചരണങ്ങളാണ്. ഇപ്പോൾ ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് ഒരു പാർട്ടിയല്ല, അതൊരു സംഘടന, മതസംഘടനയാണ്. വെൽഫെയർ പാർട്ടിയാണ് അവരുടെ പാർട്ടി. അപ്പോൾ ആ പാർട്ടി ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അല്ലാത്തപ്പോൾ അത് പിണറായി തന്നെ പറയണില്ലേ, എല്ലാ ഘട്ടങ്ങളിലും ഞങ്ങൾ എതിർത്തില്ല, എന്നാൽ ചില ഘട്ടങ്ങളിൽ അതന്നെ ഇപ്പുറത്ത് സംഭവിച്ചിട്ടുള്ളൂ. ചില ഘട്ടങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹായിക്കാൻ അവർ നേരത്തെ ഒരു വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള സ്ഥാനാർത്ഥിയെ നോക്കിയിട്ട്, വാല്യൂ നോക്കിയിട്ട്, മൂല്യം നോക്കിയിട്ട് വോട്ട് ചെയ്യുന്ന സമ്പ്രദായമൊക്കെ അവർക്കുണ്ടായിരുന്നു. അന്ന് അവർ ഇടതുപക്ഷത്തും വോട്ട് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾക്കും വോട്ട് ചെയ്തിട്ടുണ്ട്. അന്ന് അവരുടെ ഇറ്റ് ഈസ് ലെഫ്റ്റ് ടു ദം. പിന്നെ ഇവർ ഈ വെറുതെ പെരുപ്പിച്ച് കാണിക്കുന്നത് പോലെ അത്ര വലിയൊരു പ്രസ്ഥാനമൊന്നും അല്ലാതെ ഒരു വലിയ ഒരു മഹാജനസ്വാധീനം, അതൊരു മതസംഘടനയാണ്. അതിന് അങ്ങനെ ജനസംഖ്യ എത്ര ഉണ്ട് എന്നുള്ളതനുസരിച്ചല്ല, അതിൻ്റെ ഐഡിയോളജി എങ്ങനെയാണ്, അതിൻ്റെ കാര്യങ്ങൾ അതനുസരിച്ച് നിൽക്കുന്ന പാർട്ടിയാണ്. പിന്നെ ജമാഅത്തെ ഇസ്ലാമി, PDP, SDPI സകല പാർട്ടികളായിട്ട് മുന്നണി ഉണ്ടാക്കിയിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യമാണ്. അപ്പോൾ അതായത് പാലോളി തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പാലോളി അത് എൻ്റെ അടുത്താണ് പറഞ്ഞത്. അതായത് നിയമസഭ TV നടത്തിയ ഒരു ഇൻ്റർവ്യൂവിൽ, ആ ഇൻ്റർവ്യൂ നടത്താൻ വേണ്ടി എന്നെയും NP രാജേന്ദ്രനെയാണ് ചുമതലപ്പെടുത്തിയത്. അങ്ങനെ മുതിർന്ന ആളുകളെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂ ഞങ്ങളാണ് നടത്തിയത്, ഈ രാജേന്ദ്രനും ഞാനും കൂടെ. അപ്പോൾ ഞങ്ങളോടാണ് പാലോളി പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമിയായിട്ട് ഞങ്ങൾ പലതവണ ചേർന്നിട്ടുണ്ട്. അതൊരു ഇഷ്യൂ അല്ല, അതൊരു നോൺ ഇഷ്യൂ. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അവരൊരു ഇഷ്യൂ ആക്കിയതാണ്, ചില ഗുണം അപ്പുറത്ത് പ്രതീക്ഷിച്ചുകൊണ്ട്, അല്ലാതെ അതൊരു സീരിയസ് ഇഷ്യൂ അല്ല. അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിയായിട്ട് ഞങ്ങൾ പലപ്പോഴും കൂട്ടിച്ചേർന്നിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഉണ്ട്, അവൈലബിൾ ആണ്. അത് എന്നോട് പറഞ്ഞുകൊണ്ട് എനിക്ക് വിശ്വസിക്കാമല്ലോ. നമ്മൾ നടത്തുകയാണ് ഇൻ്റർവ്യൂ. ഞാൻ NP രാജേന്ദ്രനും അദ്ദേഹത്തിനോട് ചോദ്യങ്ങൾ ചോദിക്കുക. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിട്ട് അദ്ദേഹം പറയുകയാണ് ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയായിട്ട് പലപ്പോഴും കൂടിയിട്ടുണ്ട്. അപ്പോൾ ഡയറക്റ്റായിട്ട് എനിക്ക് കിട്ടിയ ആൻസറാണ്. അപ്പോൾ അതിപ്പോൾ അദ്ദേഹം പറഞ്ഞില്ലെങ്കിലും അവരുടെ പാർട്ടിയുടെ ഒരു സമീപനം പരിശോധിച്ചാൽ, ഇപ്പോൾ അതുപോലെ ഇപ്പോൾ ഈ ഡീല്, ഈ പ്രശ്നങ്ങളൊക്കെ ധാരാളമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്തല്ലോ. അതൊന്നൊരു പുതിയ കാര്യമല്ല. ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണി കുറച്ച് ജനാധിപത്യ പാർട്ടികളായിട്ട് കൂടിയപ്പോഴാണ് ലെഫ്റ്റ് ആൻഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് ആയത്. ആ ലെഫ്റ്റ് ആൻഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് ആകുന്ന സന്ദർഭത്തിലും അതിനു മുമ്പും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ഒന്നായിരുന്ന സമയത്തും രണ്ടായതിനു ശേഷവും ഒരിക്കലും ഒരു കോൺഗ്രസ് അനുകൂല നിലപാട് അവർ സ്വീകരിച്ചിട്ടില്ല. അത് പുതിയ കാര്യമില്ല. ഇപ്പോൾ അടുത്തുള്ള സംഗതികളാണ് ഇലക്ഷൻ കാലത്ത് ഡിസ്കസ് ചെയ്യപ്പെട്ടത്. അതായത് 1920 മോസ്കോ, താഷ്കണ്ടിലാണ് ഈ പാർട്ടി ഉണ്ടായതെന്ന് അവർ പറയാറുണ്ട്. 1925 കാൻപൂരിലാണ് ഉണ്ടായതെന്ന് പറയാറുണ്ട്. അപ്പം എങ്ങനെയായാലും 20-ലോ 25-ലോ ഉണ്ടായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി 30-ലുള്ള ഒരു നിസ്സഹകരണ മൂവ്മെൻറ്റ് ഗാന്ധിജി കൊണ്ടുവന്നപ്പോൾ അതിനെ എതിർത്തിട്ടുണ്ട്. 42-ൽ ക്വിറ്റ് ഇന്ത്യ സ്ട്രഗിളിനെ എതിർത്തിട്ടുണ്ട്. 48-ൽ പാർട്ടി കോൺഗ്രസ് ചേർന്നിട്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. 51-ൽ തിരുത്തിയിട്ട് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. 56-ൽ കോൺഗ്രസുമായിട്ട് കൂടണോ വേണ്ടെന്നുള്ള തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 62-ൽ ചൈന ഇന്ത്യയെ ആക്രമിച്ചപ്പോൾ EMS നമ്പൂതിരിപ്പാട് ചൈനയുടേതെന്നും ഇന്ത്യ ഇന്ത്യയുടേതെന്നും പറയുന്ന അതിർത്തി ലംഘിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹം എവിടെ ചേർന്നാൽ മനസ്സിലാവില്ല. അങ്ങനെ 64-ൽ അതിന് ശേഷം പാർട്ടി പിളർന്നു. അതിന് ദേശീയ കാരണങ്ങളും സാർവദേശീയ കാരണങ്ങളുമുണ്ട്. പിളർന്നതിന് ശേഷം 67-ൽ EMS പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസിനെ തോൽപ്പിക്കാൻ ഏത് ചെകുത്താനുമായി കൂട്ടുകൂടുന്നു. അത് പത്രവാർത്ത ഞാൻ വായിച്ചിട്ടുണ്ട്. 1967-ൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിനെ തുടർന്ന് 67-ൽ CPI ബീഹാറിൽ ജനസംഘമായിട്ട് ചേർന്ന് സ്റ്റേറ്റ് ഭരിച്ചിട്ടുണ്ട്. പല സ്റ്റേറ്റുകളിലും കോൺഗ്രസിന് അവരുടെ കൂട്ടുകെട്ടുകൊണ്ട് ഇല്ലാതാക്കാൻ സാധിച്ചിട്ടുണ്ട്. 9 സംസ്ഥാനങ്ങളിൽ മാത്രമായിട്ട് കോൺഗ്രസിൻ്റെ ഭരണം ചുരുങ്ങിപ്പോയി. അതിന് കാരണം ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇവരെല്ലാവരുമായിട്ട് ചേർന്ന് മുന്നണി ഉണ്ടാക്കിയതായിരുന്നു.
അങ്ങനെ പിന്നെ 1969 കോൺഗ്രസ് പിളർന്നു. അതിനുശേഷം 77 അടിയന്തരാവസ്ഥ കഴിഞ്ഞ ശേഷം വന്ന തെരഞ്ഞെടുപ്പിൽ മൊറാർജി ദേശായി പ്രധാനമന്ത്രിയായി. മൊറാർജി ദേശായി പ്രധാനമന്ത്രിയായ ആ മന്ത്രിസഭയിലാണ് ആദ്യമായിട്ട് LK അഡ്വാനി വാജ്പേയി മന്ത്രിമാരായത്. ആ മന്ത്രിസഭയെ ഇവർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അന്ന് ഈ BJP എന്നുള്ള പേരില്ല, ആദ്യം ജനസംഘമായിരുന്നു. 77 അത് മിക്സായിട്ടുള്ള ഒരു ജനതാ പാർട്ടിയായിരുന്നു. അപ്പോൾ ഏത് കാലത്തും ആ പാർട്ടിയുടെ ചരിത്രത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് എതിരായിട്ടാണ് അവർ നിന്നിട്ടുള്ളത്. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്നാണ് ആ പാർട്ടി ജനിച്ചിട്ടുള്ളത്. EMS നമ്പൂതിരിപ്പാട് KPCC ജനറൽ സെക്രട്ടറി ആയിരുന്നു. ആ പാർട്ടിയിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയായിട്ട് അവർ പ്രവർത്തിക്കുകയായിരുന്നു. പിന്നീട് അത് കമ്മ്യൂണിസ്റ്റ് ആവുകയാണ് ചെയ്തത്. അപ്പോൾ ഒരിക്കലും ഇന്ത്യയിൽ കോൺഗ്രസിനോട് സ്വീകരിക്കേണ്ട ഒരു സമീപനവും ഇന്ത്യൻ വിപ്ലവത്തിനെ കുറിച്ചുള്ള ശരിയായൊരു കാഴ്ചപ്പാടിൽ എത്തിച്ചേരാൻ സാധിക്കാത്തതുകൊണ്ട് അവരിങ്ങനെ ഓരം ചേർന്ന് പോകേണ്ടി വന്നു, പലരുമായിട്ട് ചേരേണ്ടി വന്നു. അതിൻ്റെയൊക്കെ ഒരു പിന്തുടർച്ചയാണ് ഇവിടെ ഉണ്ടായതും കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കോൺഗ്രസിന് വാസ്തവത്തിൽ ബാധകമല്ല, അത് അവരുടെ ഒരു ലൈനാണ്. അവരപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് പലരുമായിട്ട് ചേർന്നിട്ടുണ്ട്. കോൺഗ്രസ് വിരോധമാണ് പണ്ട് മുതലേ അത് ഒരു അന്ധമായിട്ടുള്ള വിരോധം. അതിപ്പോൾ ഇന്ത്യ സഖ്യം വരുമ്പോൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ഇപ്പോഴും ഒരുമിച്ചാണ് നിൽക്കുന്നത്. അവർ ജയിച്ച സ്ഥാനാർത്ഥികൾ തന്നെ പാർലമെൻറ്റിലേക്ക് പോയത് കോൺഗ്രസിൻ്റെ ലീഗിൻ്റെ പിന്തുണയോട്, ഇതൊക്കെ എല്ലാവരും പറയുന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ ജമാഅത്തെ ഇസ്ലാമി അതൊക്കെ ഒരു ആസൂത്രിതമായിട്ടുള്ള ഒരു അറ്റാക്കായിരുന്നു. അതിൻ്റെ മറുപുറത്തുനിന്ന് ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.